ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലെ പെരുംകുളം നവീകരണത്തിന് തുടക്കമായി. ധൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ CSR ഫണ്ടും നാട്ടുകാരുടെ സഹകരണവും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലുള്ള പെരുംകുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ധൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ CSR ഫണ്ട് വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നാട്ടുകാരുടെ കൂടി പങ്കാളിത്തത്തോടെ 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളത്തിന്റെ ചണ്ടി നീക്കം ചെയ്യുന്നതിനും മറ്റനുബന്ധ പ്രവൃത്തികൾക്കും തുടക്കമായത്. പദ്ധതിയുടെ പ്രാരംഭഘട്ടമെന്ന നിലയിൽ കുളത്തിലെ ചണ്ടി നീക്കുന്ന പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും വലിയ നമ്മൾ അഭിമുഖീകരിക്കുന്നത് വളരെ വരൾച്ചയാണ്. ഏറ്റവും നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം കഴിഞ്ഞ 2002 പ്രദേശത്തുള്ള കേരളത്തിൽ ആ കാലഘട്ടത്തിലാണ് നമ്മുടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പദ്ധതികളൊക്കെ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ വർഷങ്ങൾ പിന്നിട്ടിപ്പോൾ ചേലക്കര ഗ്രാമപഞ്ചായത്ത് അടുത്ത കാലങ്ങളിൽ വരും കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ഈ കുടിവെള്ളവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും എന്നാണ് ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള CSR ഫണ്ട് ഉപയോഗിച്ച് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി വെള്ളം അത് ആ നീർച്ചാലുകൾ വൃത്തിയാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ധൻ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ധൻ ഇൻഡെക്സ് ബാങ്ക് കൂടി ഇതിന് തയ്യാറെടുക്കുന്നത്. ആ തയ്യാറെടുക്കുന്നവരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കുളവുമായി ബന്ധപ്പെട്ട ഈ പ്രദേശത്തെ നിവാസികൾ അവരെ സ്വരൂപിച്ച 10% ഫണ്ടും ഉപയോഗിച്ചാണ് 3 ലക്ഷം രൂപയുടെ വർക്ക് ഇവിടെ നടത്തുന്നത്. അതിന് കാവലായി അതിന് എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്ത് ബഹുമാനരായ നമ്മുടെ നേതാക്കൾ, നമ്മുടെ മുൻ പഞ്ചായത്ത് ഭാരവാഹികളൊക്കെ ആയിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെല്ലാം ഇവിടെയുണ്ട്. അവരെല്ലാം നല്ല നിർദ്ദേശത്തോടു കൂടി നല്ല രീതിയിൽ ഈ കുളത്തിൻ്റെ ഈ 3 ലക്ഷമാണെങ്കിലും അത് ഒരു 30 ലക്ഷത്തിൻ്റെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് ജയദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷെഫീഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ K. നന്ദകുമാർ, ബൽക്കീസ, വാർഡ് മെമ്പർമാരായ ഷാഹുൽ, സുബലക്ഷ്മി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരുകേശൻ, മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെരിൽ, ധൻ ഫൗണ്ടേഷൻ റീജിയണൽ ഓഫീസർ വിഷ്ണു, ഹരി, ശോഭന തങ്കപ്പൻ, ശ്രീകുമാർ എന്നിവരും മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ഇവിടെ ഏകദേശം 2 വർഷമായി ധൻ ഫൗണ്ടേഷൻ ഉള്ളത്. അന്ന് മുതൽ കാണുന്നൊരു കോളോണി നമ്മുടെ പെരുംകുളം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നവീകരണ പ്രവർത്തനത്തിന് ഭാഗമാകാൻ സാധിച്ചതിന് ധൻ ഫൗണ്ടേഷൻ, ഇൻഡസ്ഇൻഡ് ബാങ്കിനും വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ജനക്കൂട്ടായ്മ അല്ലെങ്കിൽ ജനപങ്കാളിത്തമാണ് നമുക്കിതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ പുതിയൊരു കൂട്ടായ്മ രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായി ആ കൂട്ടായ്മ ഇതിന് വേണ്ട 10% തുകയും അതുപോലെ തന്നെ ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഞങ്ങളാണ് ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ ഭൂരിപക്ഷം പ്രവർത്തനങ്ങളും ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ജനകീയ കൂട്ടായ്മയാണ്. കുളം നവീകരിക്കുന്നതോടെ പ്രദേശത്തെ ജലക്ഷാമത്തിന് പരിഹാരമാകുമെന്നും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് CCV.